ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? അതെ മാം. ഓക്കെ, എന്റെ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. 1 സെക്കൻഡ്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗൾഫ് വാറ്റ് ആണ് കേട്ടോ. ഗൾഫ് വാറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് UAE വാറ്റ് ആണ്. കാരണം നമുക്ക് ഗൾഫ് കൺട്രീസ് ഒത്തിരി ഉണ്ട്. ഓരോ കൺട്രീസിലും ഓരോ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആണുള്ളത്. സോ UAEയിലെ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആയിട്ടുള്ള ഗൾഫ് വാറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊക്കെയാണ് GCC കൺട്രീസ്, അല്ലെങ്കിൽ എന്താണ് GCC, എന്താണ് വാറ്റ്, എപ്പോഴാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ എല്ലാ കൺട്രീസിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഇനിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺട്രീസ് ഉണ്ടോ എന്നുള്ള കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ GCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരിക. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. അപ്പം ഈ GCC കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, ഓഡിബിൾ ആണല്ലോ അല്ലെ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം GCC കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ ഒരു 6 കൺട്രീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൗൺസിലിനെയാണ് GCC, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയാം. അതായത് നമ്മുടെ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ. ഇത്രയും കൺട്രീസ് ആണ് എന്തിലുള്ളത്? GCC കൺട്രീസ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് ആയിട്ട് പറയുന്നത്. അപ്പം ഗൾഫ് വാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഗൾഫ് വാറ്റ്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതെപ്പോഴും ചാർജ് ചെയ്യാൻ പോകുന്നത് എന്തിന്റെ മേളിലായിരിക്കും? ഗുഡ്സിന്റെയും സർവീസസിന്റെയും മേളിലായിരിക്കും. അപ്പൊ അത് വിറ്റ് കിട്ടുന്ന പൈസയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഗൾഫ് കൺട്രീസിൽ നമ്മുടെ ഈ ഓരോ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ ഓരോ മെമ്പർ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. മെമ്പർ സ്റ്റേറ്റ്, മെമ്പർ കൺട്രീസ് എന്നൊക്കെ പറയും. ഇവിടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടാക്സസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇവിടെ കുറെ നാളായിട്ട് ടാക്സസ് ഒന്നും ഇല്ലാതിരുന്ന കൺട്രി ആയിരുന്നു GCC കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പം ഇവര് ഈ ഒരു വാറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒരു ടാക്സ് സിസ്റ്റം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയത് 2015 കഴിഞ്ഞത് മുതലാണ്. അതായത് ആ ഒരു സമയത്ത് ഇവർക്ക് ഇവരുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് നല്ലപോലെ ഡിക്രീസ് ആവുകയും ഇവരുടെ ഇൻകത്തിന് ഭയങ്കരമായിട്ട് അത് അഫക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ആകെയുള്ളൊരു ഇൻകം സോഴ്സ് ഇവർക്ക് ക്രൂഡ് ഓയിൽ ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രൈസ് കുറയുന്നത് ഇവർ വല്ലാതെ അഫക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ഇൻകം ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് എന്തുകൊണ്ട് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തുകൂടാ എന്നൊരു ആലോചന വന്ന് ഇവരൊരു ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴും എല്ലാ GCC കൺട്രീസിലും ഈ ഒരു ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മുടെ ഈ ഒരു GCC കൺട്രീസിൽ ആദ്യമായി വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2016 ആ ഒരു ടൈം പീരീഡിലാണ്. 15 കഴിഞ്ഞു, 16 മുതലാണ് ഇവർ ഇതിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ, ഈ 4 കൺട്രീസ് ആണ് ടിൽ നൗ നമ്മുടെ ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 4 കൺട്രീസും കൊണ്ടുവന്ന, അതായത് ഇവരുടെ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. UAEയില് 2018 ജാനുവരിയില്, സൗദി അറേബ്യയില് 2018 ജാനുവരിയില്, ഒമാനില് 2021 ഏപ്രിൽ 1, ബഹ്റിനില് 2019 ജാനുവരി 1. ഇങ്ങനെയാണ് ഈ ഒരു GCC കൺട്രീസിൽ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ GCC കൺട്രീസിൽ ഇപ്പോഴും വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഏതെങ്കിലും കൺട്രീസ് ഉണ്ടോ? ഏതൊക്കെ 2 കൺട്രീസിൽ ഇപ്പോഴും വാറ്റ് ഇല്ലാത്തത്? കുവൈറ്റും ഖത്തറും. അവിടെ വാറ്റ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അവർ ആ ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. മേ ബി ഈ ഒരു 2026 കൂടിയിട്ട് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കറന്റ്ലി നമ്മുടെ വാറ്റ് അതോറിറ്റീസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 4 കൺട്രീസിലും 4 പേരിലാണ് ഈ ടാക്സ് സിസ്റ്റംസ് അറിയപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ 4 അതോറിറ്റീസ് ആണ് അതിനെ മോണിറ്റർ ചെയ്ത് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ GSTനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാ കാര്യങ്ങളും, അതായത് അമെന്റ്മെന്റുകൾ വരുത്തുന്നത്, റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ആരാണ്? GST കൗൺസിലാണ്, അല്ലെ? GSTക്ക് ഒരു സെപ്പറേറ്റ് GST ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഈ വാറ്റിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് ആണ് UAEയിലുള്ളത് ഫെഡറൽ ടാക്സ് അതോറിറ്റി. അതിനെ നമ്മൾ FTA എന്ന് വിളിക്കും, ഷോർട്ട് ഫോമിൽ FTA എന്ന് വിളിക്കും. ഓക്കെ, ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഇനി അടുത്തതാണ് നമ്മുടെ സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ നമ്മൾ അവിടെയുള്ള ആ ഒരു വാറ്റിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അതോറിറ്റി ഓഫ് സക്കാത്ത് ആൻഡ് ടാക്സസ്, അതാണ് അവരുടെ അതോറിറ്റിയുടെ പേര്. ഒമാനിലാണെങ്കിൽ ഒമാൻ ടാക്സ് അതോറിറ്റി, ബഹ്റിനില് നാഷണൽ ബ്യൂറോ ഓഫ് റവന്യൂ. ഈ 4 അതോറിറ്റീസ് ആണ് നമ്മുടെ GCC കൺട്രീസിലെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റംസ് മോണിറ്റർ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും. അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം നമ്മൾ UAE വാറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചു പോകുന്നത്. സോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്ന അതോറിറ്റി എന്ന് പറയുന്നത് FTA ആയിരിക്കും. ഓക്കെ, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് UAE വാറ്റ് ആണ്. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അതോറിറ്റിയും FTA തന്നെയായിരിക്കും. സോ നമുക്ക് കുറച്ച് ഡെഫിനേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൂവ് ചെയ്യുന്നത് എന്താണ് വാറ്റ് എന്നുള്ളതാണ്. വാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയായിരിക്കും, വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. വാല്യൂ ആഡഡ് ടാക്സ് എപ്പോഴും ചാർജ് ചെയ്യപ്പെടുന്നത് ഒരു ഗുഡ്സിന്റെയോ സർവീസസിന്റെയോ സെയിലിന്റെ മേലിൽ, സെയിൽ നടക്കുമ്പോഴാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്. GST പോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിന്റെ ഓരോ ഭാഗങ്ങളിലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഈ ഒരു വാറ്റ് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു വാറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഈ വാറ്റിന്റെ കേസിൽ നോക്കാനുള്ളത്. എപ്പോഴും വാറ്റ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നടത്തുന്നത് ഒരു ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം, ഒരു ടാക്സബിൾ പേഴ്സൺ, അതായത് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം സപ്ലൈ നടത്തുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കണം. അതാണ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വാറ്റ് എന്താണ്, വാറ്റ് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടാക്സബിൾ സപ്ലൈ എന്താണ്, ഡീംഡ് സപ്ലൈ എന്താണെന്നാണ്. ഓക്കെ, ടാക്സബിൾ സപ്ലൈ അതുപോലെ തന്നെ ഡീംഡ് സപ്ലൈ. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൺസിഡറേഷനോട് കൂടി, അതായത് സംതിങ് ഇൻ റിട്ടേൺ കിട്ടുന്ന ഒരു സപ്ലൈനെയാണ് ടാക്സബിൾ സപ്ലൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ ഒരു സാധനം വിറ്റതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? ഇൻ റിട്ടേൺ, സംതിങ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ എന്ന് പറയാം. അതായത് 2 ബിസിനസ്സുകാർ തമ്മിലോ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കോഴ്സ് ഓർ ഫർദറൻസിൽ ടാക്സബിൾ ആയിട്ടുള്ള ഒരാള് ഒരു സാധനം വിൽക്കുമ്പോൾ അത് മേടിക്കുന്ന ആള് തിരിച്ച് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ടാക്സബിൾ സപ്ലൈ. അപ്പോൾ UAE വാറ്റിന്റെ കീഴിൽ ടാക്സബിൾ സപ്ലൈയിൽ മാത്രമല്ല ടാക്സ് ആപ്ലിക്കബിൾ ആവുക, വേറൊരു ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ട്, അതിനെ വിളിക്കുന്നതാണ് ഡീംഡ് സപ്ലൈ. ഈവൻ ദോ അതൊരു കംപ്ലീറ്റ് ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അവിടെ വാറ്റ് ചാർജ് ചെയ്ത് വാറ്റ് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോൺസെപ്റ്റ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഡീംഡ് സപ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈ നടത്തുമ്പം അവിടെ കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, അതൊരു കംപ്ലീറ്റ് ടാക്സബിൾ സപ്ലൈ ആവുന്നില്ല. എങ്കിൽ പോലും അവിടെ ടാക്സ് ചാർജ് ചെയ്യുകയും ചെയ്യണം, ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യണം. നോർമൽ സെയിൽസ് പോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസിനെയാണ് ഡീംഡ് സപ്ലൈ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫ്രീ സാമ്പിൾസ്. ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഫ്രീ സാമ്പിൾ ആയിട്ടാ. ഫ്രീ സാമ്പിളിന് നമ്മൾ പൈസ മേടിക്കോ? ഇല്ല. പക്ഷെ അതൊരു ഡീംഡ് സപ്ലൈ ആയിട്ട്, അതൊരു സെയിൽ നടന്ന പോലെ തന്നെ അത് ഗവൺമെന്റ് കൺസിഡർ ചെയ്യും. അടുത്തത് ഗുഡ്സ് ഓൺഡ് ബൈ എ ബിസിനസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ്. അതും ഒരു ഡീംഡ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ബിസിനസിന്റെ ഒരു ഗുഡ്സ് ഒരാൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അയാൾക്ക് വിറ്റ പോലെ കൺസിഡർ ചെയ്യും. അടുത്തത് ഗുഡ്സ് ഓൺഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഓൺഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ഡി രജിസ്ട്രേഷൻ. ഇവര് വാറ്റിൽ നിന്നും ഡി രജിസ്ട്രേഡ് ആവുന്ന ഒരു ടൈം വരും. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഗുഡ്സ് ഇവർ ഓൺ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെ നമുക്ക് എന്താക്കി ഇതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും? അവിടെ ഒരു ഡീംഡ് സപ്ലൈയുടെ ആ ഒരു കേസ് അവിടെ ആപ്ലിക്കബിൾ ആവും. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു ദ UAE ഓർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു എനി അതർ ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം UAE-ലുള്ള ഒരു പാർട്ടിയാണെന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ മറ്റേതെങ്കിലും ബ്രാഞ്ചിലേക്ക്, അതായത് നമ്മുടെ വേറെ ഏതെങ്കിലും ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് GCC കൺട്രീസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഖത്തറോ ഒമാനോ കുവൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് നമ്മൾ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ നടത്തുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഗുഡ്സ് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സെയിലല്ല, ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് ട്രാൻസ്ഫർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടിയും അവിടെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അതൊരു സപ്ലൈ നടന്ന പോലെ കൺസിഡർ ചെയ്യും എന്നാണ് പറയുക. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഈ വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി വരിക? നമ്മളൊരു ടാക്സബിൾ സപ്ലൈ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാന് സച്ചിന് ഒരു കാര്യം സെയിൽ ചെയ്യുകയാണെങ്കിൽ സച്ചിൻ എനിക്ക് തിരിച്ച് ഇൻ റിട്ടേൺ ഒരു എമൗണ്ട് തരും, ഇൻക്ലൂഡിങ് വാറ്റ് തരും. അത് ഞാൻ മേടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കും. അതാണ് വാറ്റിന്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ഞാൻ സച്ചിന് തരുന്ന ഒരു ഫ്രീ സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും സപ്ലൈ ചെയ്യാം. അവിടെ സച്ചിൻ എനിക്ക് പേയ്മെന്റ് ഒന്നും തരുന്നില്ല. സോ അവിടെ എങ്ങനെ വാറ്റ് കളക്ട് ചെയ്യപ്പെടും? അപ്പൊ ഡീംഡ് സപ്ലൈ വരുന്ന കേസിൽ അത് നമ്മള് ഒരു സെയിൽസ് നടത്തിയത് നമുക്ക് തന്നെ സെയിൽ നടത്തിയ പോലെ ഒരു രീതിയിൽ ഔട്ട്പുട്ട് ടാക്സ് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഒരു രീതിയിലാണ് ഇതിനെ ഡീംഡ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി നമുക്ക് ഒരു പേയ്മെന്റ് തന്നില്ലെങ്കിൽ പോലും ഇത് സപ്ലൈ ചെയ്യുന്ന ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഡീംഡ് സപ്ലൈയുടെ ആ ഒരു കേസ് വാറ്റിന്റെ ഉള്ളിൽ ആപ്ലിക്കബിൾ ആവുക. അതായത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സപ്ലൈ നടത്തിയതിന്റെ പേരിൽ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആണോ? ഈ ഒരു ഡി രജിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഡി രജിസ്ട്രേഷൻ എന്നാണ് ഇനി നോക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ടാക്സ് സിസ്റ്റം ആണെങ്കിലും അതിലേക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലേ? ഇപ്പൊ GST രജിസ്ട്രേഷൻ എല്ലാ ബിസിനസ്സുകാരും എടുക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. അവർക്ക് അവരുടെ ഒരു നിശ്ചിത ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്താലോ അല്ലെങ്കിൽ സർട്ടൈൻ ബിസിനസ് നടത്തുന്നവരോ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക? GST-യിൽ രജിസ്ട്രേഷൻ എടുക്കുക. വാറ്റിലും അങ്ങനെ തന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വൺസ് നമ്മൾ ആ രജിസ്ട്രേഷനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി രജിസ്ട്രേർഡ് ആവാനുള്ള ഒരു ഓപ്ഷൻ വാറ്റിന്റെ കീഴിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ മാത്രം ഒരു ക്രൈറ്റീരിയ പോരാ. നമ്മുടെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയാസ്, നമ്മളിപ്പം ഒരു ടേൺ ഓവർ ലിമിറ്റ് പറഞ്ഞു, നമ്മൾ ആ ലിമിറ്റ് നമ്മൾ മീറ്റ് ചെയ്ത് പോകുന്നില്ല. വൺസ് നമുക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ ബിസിനസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി വാറ്റ് നമുക്ക് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഡി രജിസ്റ്റേർഡ് ആവാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് വാറ്റിന്റെ കീഴിലുള്ളത്. പറഞ്ഞോളൂ റിൻസി. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, കാരണം ഇത് എഴുതി വെക്കുമ്പോഴേക്ക് ആ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കോട്ടോ. ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഡി രജിസ്റ്റേർഡ് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന ഗുഡ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് വാറ്റ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ദോ നമ്മൾ വാറ്റിൽ നിന്നും ഡി രജിസ്റ്റേർഡ് ആയിന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും സപ്ലൈ നടത്തുവാണെങ്കിൽ അതിന് വാറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. നമ്മുടെ കുറച്ച് ടൈമിലേക്കും കൂടി നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? നമ്മൾ നടത്തുന്ന സപ്ലൈ എല്ലാം ടാക്സബിൾ സപ്ലൈ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഈവൻ ദോ നമ്മൾ ഡി രജിസ്റ്റേർഡ് ആയെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വാറ്റ് നമ്മുടെ സപ്ലൈകളിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ, അതായത് അസറ്റുകൾ നമ്മുടെ മറ്റ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അവിടെയും വാറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. അപ്പം അതിൽ 2 എക്സംഷൻസ് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ UAE-യിലുള്ള ബിസിനസ്സുകാരൻ സൗദിയിലേക്ക് കുറച്ച് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു, അതിനെ ഡീംഡ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ടാക്സ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനി തന്നെ അടയ്ക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ 2 എക്സംഷൻസ് ഉണ്ട്. അതായത് ചില കേസിൽ അങ്ങനെ ഒരു ടാക്സ് കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ അടയ്ക്കേണ്ടി വരില്ല. എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കസ്റ്റംസിന്റെ ആ ഒരു സൂപ്പർവിഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ വാറ്റ് ആപ്ലിക്കബിൾ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ അത് സെയിൽ നടത്താനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരില്ല? അവിടെ ഡീംഡ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്ത് വാറ്റ് ചാർജ് ചെയ്യേണ്ടി വരില്ല. അപ്പം അനദർ ടാക്സബിൾ സപ്ലൈ നടത്തുന്ന ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാറ്റ് ആപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല. കസ്റ്റംസുകാരുടെ അധീനതയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ടെമ്പററി ആയിട്ട് കൊണ്ടുപോകുന്ന ട്രാൻസ്ഫേഴ്സ് ആണെങ്കിൽ അവിടെയും നമുക്ക് വാറ്റ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പൊ അതോട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക.
ഇനി നമുക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വാറ്റിന്റെ കീഴിൽ വരുന്ന ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷൻ എന്തൊക്കെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റിന്റെ കേസിൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അസറ്റുകൾ, പ്രോപ്പർട്ടീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ക്യാപിറ്റൽ അസറ്റ്, ഓൾ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് വാറ്റിന്റെ കീഴിലുള്ള ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ കവർ ആയി പോകും. അപ്പൊ നമുക്കിവിടെ GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിനോ ഇലക്ട്രിസിറ്റിക്കോ വാട്ടറിനോ ഒന്നും നമ്മൾ GST കൊടുക്കുന്നില്ല. അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ GSTയുടെ അധികാരത്തിൽ വരുന്ന കാര്യമേ അല്ല. പക്ഷെ വാറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനും അവിടെ വാറ്റ് ആപ്ലിക്കബിൾ ആണ്. ഇനി സർവീസസ് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സിന്റെ ഉള്ളിൽ പെടാതെ വരുന്ന മറ്റ് എല്ലാ ടൈപ്പ് ഓഫ് കാര്യങ്ങളും സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ നമ്മൾ അതിന് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ആരാണ് ഒരു ടാക്സബിൾ പേഴ്സൺ? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാറ്റിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ഓൾറെഡി എടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നവരെയോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാക്സബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ അബൌട്ട് ടു മീറ്റ് ദ ക്രൈറ്റീരിയ ആണെങ്കിൽ കൂടിയും നമ്മൾ അല്ലെങ്കിൽ നീഡഡ് ടു ബി രജിസ്റ്റേർഡ് എൻഡർ വാറ്റ് ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും, ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു പോകും. ഇനി ഫെർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ള ടേം, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതൊരു ബിസിനസിന്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷനകത്ത് വരുന്ന അതുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ഒരു ടേമിനെ വിളിക്കുന്നതാണ് ഫെർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ വാറ്റിന്റെ കേസിൽ നിങ്ങൾ ഈ ടേംസ് ഒക്കെ കണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്. നമ്മുടെ GST പോലെ തന്നെ സെയിം ആണ്. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന ടാക്സുകളെല്ലാം നമ്മൾ വിളിക്കുക ഇൻപുട്ട് ടാക്സ് എന്നാണ്. നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സപ്ലയർക്ക് എന്ത് ചെയ്യും, ടാക്സ് അടച്ചു കൊടുക്കും. അപ്പൊ ആ ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്, അതായത് ഇൻപുട്ട് വാറ്റ് എന്നുള്ളത്. ഈ ഇൻപുട്ട് വാറ്റ് എന്നുള്ളത് എല്ലാ ബിസിനസ്സിനും എന്താണ്, ഒരു അസറ്റ് ആണ്. ഇനി ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു വാറ്റിലായിക്കോട്ടെ GSTയിലായിക്കോട്ടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാര് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ടാക്സ് അടച്ചിടും, അതിനുശേഷം സെയിൽ ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ആളുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഗവൺമെന്റിലേക്ക് ഒരു ടാക്സ് നമ്മൾ പേയ്മെന്റ് ചെയ്യാം, ഫൈനൽ പേയ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എത്ര ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാനുണ്ട് എന്നുള്ളത് നോക്കും, എത്ര ഇൻപുട്ട് ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കും. അപ്പോൾ ഒരു 10,000 രൂപ നമ്മൾ കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 രൂപ നമ്മൾ ഓൾറെഡി അടച്ചിട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഇതിന്റെ നെറ്റ് ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. വിച്ച് മീൻസ് 10,000 മൈനസ് 1,000 എത്രയായിരിക്കും, 9,000 ആയിരിക്കും നമ്മുടെ വാറ്റ് പേയബിൾ വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ഇവിടെയും നമുക്ക് GST സെറ്റ് ഓഫ് പോലെ തന്നെ വാറ്റിനും നമുക്കൊരു സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ലേൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു UAE വാറ്റില് പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പൊ നമുക്ക് GST പോലെ തന്നെ വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി അറിയണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് റൂൾസ് ആണുള്ളത്. ഒന്ന് ജനറൽ റൂൾസും 2 സ്പെഷ്യൽ റൂൾസും. ഗുഡ്സിനൊരു ജനറൽ റൂള്, ഗുഡ്സിനൊരു സ്പെഷ്യൽ റൂള്. സെയിം രീതിയിൽ തന്നെ സർവീസിനും ഒരു സ്പെഷ്യൽ റൂളും ഒരു ജനറൽ റൂളും ഉണ്ട്. സോ എന്താണ് ജനറൽ ആയിട്ടുള്ള റൂൾസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ റൂൾസ് ആണ് പറയുന്നത് ഗുഡ്സിന്റെ സർവീസസിന്റെ. ഗുഡ്സ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. അതായത് ഒരു ഗുഡ്സിന്റെ സപ്ലൈ നടത്തുന്ന പ്ലേസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഗുഡ്സ് എവിടെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുക അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് എന്നുള്ളത്. ഇനി സർവീസ് ആണെന്നുണ്ടെങ്കിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ ഒരു സപ്ലയർ അവരുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് ഏതാണോ അതായിരിക്കും നമ്മൾ സർവീസസിന്റെ ആ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ തീരുമാനിക്കുക. ജനറലി നമ്മൾ ഈ രീതിയിലാണ് ഒരു സപ്ലൈ നടക്കുന്നതിന്റെ പ്ലേസ് തീരുമാനിക്കുന്നത്. ഇതിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി എന്തായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസ്? നമുക്ക് ഗുഡ്സിന്റെ കേസിലുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസ് നോക്കാം. ഇപ്പൊ നമ്മള് ഒരു ഗുഡ്സ് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഗുഡ്സിന് ഒരു ഇൻസ്റ്റലേഷൻ ആവശ്യമാണെങ്കിൽ
അത് എവിടെയാണോ ഇൻസ്റ്റോൾ ചെയ്യുന്നത് അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക. ഇപ്പം ഞാൻ ഗുഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നോർമലി നമ്മളൊരു ഷോപ്പിൽ വിൽക്കാൻ വെക്കുന്ന എല്ലാ ഗുഡ്സിന്റെയും പ്ലേസ് ഓഫ് സപ്ലൈ, അതായത് വിൽക്കുമ്പോൾ അത് ഏത് പ്ലേസിലാണ് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അത് തീരുമാനിക്കുന്നത് ആ ഗുഡ്സിന്റെ ലൊക്കേഷൻ ഏതാണോ അതാണ്. ഇപ്പൊ ഷോപ്പിലിരിക്കുന്ന ഒരു ഗുഡ്സ് മേടിക്കുമ്പോൾ അതിന്റെ ലൊക്കേഷൻ നോർമലി വരേണ്ടത് ആ ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ്. പക്ഷേ ആ ഗുഡ്സിന് ഒരു ഇൻസ്റ്റലേഷൻ വേണ്ടുന്ന ഒരു ഗുഡ്സ് ആണ്. സപ്പോസ് ഒരു AC ആണെന്നുണ്ടെങ്കിൽ അത് ആ പ്ലേസ് ഓഫ് സപ്ലൈ വരെ ആ ഷോപ്പിന്റെ ലൊക്കേഷൻ അല്ല, അത് ഇൻസ്റ്റോൾ ചെയ്യപ്പെടുന്ന കസ്റ്റമറുടെ ലൊക്കേഷൻ ഏതാണോ അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. നെക്സ്റ്റ് നമ്മുടെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് പോലുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിലോ? എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കാം? ആരാണോ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? UAE-യിൽ നിന്ന് മറ്റ് കൺട്രിയിലേക്ക് നമ്മൾ സെയിൽ നടത്തുന്നു. ഓക്കെ, അപ്പോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെ നിന്നാണോ ഈ സാധനങ്ങൾ വിൽക്കുന്നത്, UAE-യിൽ നിന്നാണ് വിൽക്കുന്നത്. സോ UAE ആണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഗുഡ്സിന്റെ കേസിൽ നമ്മുടെ സ്പെഷ്യൽ റൂൾസുകൾ ഇത്രയാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് സർവീസസിന്റെ കേസ് നോക്കാം. സർവീസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ റെസ്റ്റോറന്റ് സർവീസ്, കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് അങ്ങനെയുള്ള സർവീസസിന്റെ ഒക്കെ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത് എവിടെയാണോ ആക്ച്വലി അത് പെർഫോം ചെയ്യപ്പെടുന്നത് അതാണ് അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ. ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് ഒക്കെ എവിടെയാണോ കൊടുക്കുന്നത് ആ ലൊക്കേഷനാണ് ആ സർവീസിന്റെ ഒക്കെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക. ഇനി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതാണ് ആ ഒരു ബിസിനസിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക. ഇനി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ജേർണി ബിഗിൻ ചെയ്യുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സർവീസിന്റെ കേസിലുള്ള പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന സ്പെഷ്യൽ റൂൾസുകൾ ഇത്രയുമാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാറ്റിന്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ GST-യിൽ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ അപ്ഡേഷൻസ് റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കിവിടെ വാറ്റ് പഠിക്കുമ്പം ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാറ്റിന്റെ റേറ്റ്. അപ്പം UAE-യിൽ സ്റ്റാൻഡേർഡ് റേറ്റ്, സീറോ റേറ്റ്, അതുപോലെ എക്സംപ്റ്റ് സപ്ലൈസ്, ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ്, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് സപ്ലൈകളാണ് ഉള്ളത്. അതായത് ഒരു സെയിൽസ് നടത്തുമ്പം ഈ 4 രീതിയിലാണ് ആ സെയിൽസിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നതായിരിക്കും അവരുടെ ടാക്സബിൾ സപ്ലൈ, അതായത് അവരൊരു കാര്യം വിൽക്കുമ്പം അതിലൊരു നിശ്ചിത ശതമാനം ടാക്സ് ആഡ് ചെയ്തിട്ടായിരിക്കും വിൽക്കുക. ആ ടാക്സ് കളക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സപ്ലൈകളെ അവർ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ എത്രയാണ് UAE-യിലെ വാറ്റിന്റെ റേറ്റ്? 5% നമ്മൾ എല്ലാ ട്രാൻസാക്ഷനിലും, മോസ്റ്റ്ലി ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസിലും, എല്ലാ കാര്യങ്ങളും ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഇവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും 1-2 കേസിലായിരിക്കും ഇവരുടെ റേറ്റ് ചേഞ്ച് ചെയ്യുള്ളൂ. നോർമലി അങ്ങനെ ചേഞ്ചസ് വരാറില്ല. സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് ഇവർ മേടിക്കുന്നത് 5% ടാക്സ് ആണ്. ഇനി അടുത്തത് ഇവരുടെ മറ്റൊരു ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ ആണ്. സീറോ റേറ്റഡ് സപ്ലൈ അതായത് ടാക്സബിൾ സപ്ലൈ തന്നെ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്ന ടാക്സ് 0% ആയിരിക്കും റേറ്റ് വരിക. ഉദാഹരണം ഹെൽത്ത് കെയർ, അതുപോലെ എക്സ്പോർട്ടുകൾ, ഇതിനെയൊക്കെ നമ്മൾ 0%-ലായിരിക്കും ടാക്സബിൾ എന്ന് പറയുക. അതായത് ഒരു ടാക്സബിൾ സപ്ലൈ നടക്കുന്ന പോലെ തന്നെ നടക്കും, പക്ഷെ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അടുത്തത് എക്സംപ്റ്റ് സപ്ലൈയും ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈയുമാണ്. ഇവിടെ എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സപ്ലൈസ് അല്ലെങ്കിൽ ചില സെയിൽസ് വാറ്റിൽ നിന്നും മാറ്റിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട്, നമ്മുടെ ബെയർലാൻഡ് എന്ന് പറഞ്ഞ തരിശുഭൂമിയുടെ അങ്ങനത്തെ സെയിൽസ്, അതിനൊന്നും എന്തില്ല, വാറ്റ് കറന്റ്ലി അവിടുത്തെ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നില്ല. വാറ്റിന്റെ കീഴിൽ നിന്നും
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ, അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇവര് ഒന്ന് ഒഴിവാക്കി എക്സംപ്റ്റഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സെയിൽസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണ്ട, ടാക്സിന്റെ കീഴിൽ വരില്ല. ഇനി ഈ സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് എന്ന് പറയാം. നമുക്ക് ഈ UAE വാറ്റിന്റെ കീഴിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവൈലബിൾ ആണ്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് അറിയാവോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാമോ? GST പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? നമുക്ക് ഒരുപാട് പർച്ചേസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ടാക്സ് നമ്മൾ അടച്ചിടാറുണ്ട്. അപ്പം ഈ ഒരു ഇൻപുട്ട് ടാക്സുകൾ നമ്മുടെ ഔട്ട്പുട്ട് ലയബിലിറ്റിയുമായി സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലയബിലിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി ഇൻപുട്ട് ടാക്സുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ടാക്സിനെ വിളിക്കുന്ന പേരാണ് ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ ആണോ? അതായത് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ഒരു 10,000 രൂപയുണ്ട്, ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മളൊരു 5,000 രൂപ അടച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് കുറച്ചു കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് എന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഈ സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് അവൈലബിലിറ്റി ആണ്. എന്തുകൊണ്ടാന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഒരു സപ്ലൈ നടത്തണം, ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു സപ്ലൈ നമുക്ക് നടത്താനുണ്ട്. അതായത് നമ്മൾ വിൽക്കുന്നത് ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഈ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അവിടെ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ മേടിച്ചപ്പോഴും കുറെ എക്സ്പെൻസ് വന്നപ്പോഴും ഒക്കെ നമ്മൾ വാറ്റ് അടച്ചിട്ടുണ്ടാവും. ഉണ്ടാവാൻ പാടില്ലേ? ഇല്ലേ? അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ബിസിനസ്സിലേക്ക് കുറെ ട്രാൻസാക്ഷൻസ് നടത്തിയപ്പോൾ അവിടെയൊക്കെ നമ്മൾ വാറ്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഒരു ബിസിനസ്സിൽ തന്നെ ഈ എല്ലാ ടൈപ്പ് ഓഫ് സപ്ലൈസും വരാറുണ്ട്. അതായത് ഒരു ബിസിനസ്സുകാർക്ക് തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ടാക്സ് കളക്ട് ചെയ്യുന്ന പോലത്തെ സെയിൽസ് ഉണ്ടാവാം, ടാക്സ് കളക്ട് ചെയ്യാത്ത സെയിൽസ് ഉണ്ടാവാം, എക്സംപ്റ്റ് സെയിൽസ് ഉണ്ടാവാം. പക്ഷെ ഈ സെയിൽസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാം പർച്ചേസ് ചെയ്തിട്ടല്ലേ സെയിൽ നടത്തുക. അപ്പം പർച്ചേസുകളെല്ലാം നടത്തുമ്പോൾ ഈ ഒരു ടാക്സ് ഓൾറെഡി അടച്ചിടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ നടത്തുന്നത് ഒരു സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിൽ കൂടിയും അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്താൽ അതിന്റെ ഇൻപുട്ട് നമുക്ക് ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് ഒരു ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് മേടിച്ചിട്ടുണ്ടായിരിക്കാം, അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടാവാം. അതിനെ ഒരു ITC ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ നമ്മൾ ഒരു എക്സംപ്റ്റ് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഇൻപുട്ട് അടച്ചത് എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു എന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് നടത്തുമ്പോൾ ടാക്സ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണ് ITC അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഇനി ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈ. ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടത് ഈ ഒരു ട്രാൻസാക്ഷൻ UAE ആയിരുന്നെങ്കിൽ അതിന് നമുക്ക് ടാക്സബിൾ സപ്ലൈ എന്ന് വിളിക്കായിരുന്നു. വിച്ച് മീൻസ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് നടന്നത് UAEക്ക് പുറത്താണ്. പക്ഷെ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക UAEയിൽ നിന്നായിരിക്കും. ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല, പക്ഷെ ഇൻഡയറക്ട്ലി നമ്മുടെ UAEയിൽ നിന്നൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി, പക്ഷെ നമ്മുടെ കൺട്രിയിൽ നടക്കാത്തതുകൊണ്ട് നമുക്ക് അതിന് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഔട്ട് ഓഫ് സ്കോപ്പ് സെയിൽസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈ എന്നാ വിളിക്കുക. അവിടെ വാറ്റ് ആപ്ലിക്കബിൾ ആവില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് ആകെ റേറ്റ് വരുന്നത് 5% മാത്രമേ ഉള്ളൂ. എന്തൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ നമുക്ക് അവിടെ കളക്ട് ചെയ്യാൻ പോകുന്ന വാറ്റ് 5% ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് അടച്ചിടാൻ പോകുന്ന 5% തന്നെയായിരിക്കും. ക്ലിയർ ആണോ? ഇനി നമ്മുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം രജിസ്ട്രേഷൻ എടുക്കണം എന്നാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പൊ 2 രീതിയിലാണ് നമുക്ക് രജിസ്ട്രേഷന് പറയാൻ പറ്റുക. ഒന്ന് മാൻഡേറ്ററി ത്രെഷോൾഡ് ലിമിറ്റും
അതുപോലെ തന്നെ വോളണ്ടറി ത്രെഷോൾഡ് ലിമിറ്റും ഉണ്ട്. അപ്പം നിർബന്ധിതമായിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കാം, സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കാം. അപ്പൊ മാൻഡേറ്ററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന സെയിൽസ്, നമ്മുടെ ആനുവൽ സെയിൽസ് എത്ര രൂപ ക്രോസ് ചെയ്തിരിക്കണം? ഒന്നില്ലെങ്കിൽ $1,00,000 അല്ലെങ്കിൽ 3,75,000 ദർഹംസ്. ഈ ഡോളർ ദർഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഏകദേശ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടിന്റെയും മൂല്യം ഒന്ന് തന്നെയായിരിക്കും. ഡോളറിലാണ് നമ്മൾ എല്ലാം അക്കൗണ്ടിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ $1,00,000 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്തു നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ദർഹത്തിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ 3,75,000 ദർഹംസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിർബന്ധമായും വാറ്റിന്റെ കീഴിൽ രജിസ്ട്രേഷൻ എടുക്കണം. അത് നമ്മുടെ UAE പ്ലേസ് ഓഫ് റെസിഡൻസ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു ലിമിറ്റ് അവരുടെ ബിസിനസ്സിൽ ഈ ഒരു ആനുവൽ സപ്ലൈ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർ നിർബന്ധമായും വാറ്റിൽ രജിസ്റ്റേർഡ് ആവണം. അപ്പം എങ്ങനെയാണ് ഇനി ഈ ഒരു ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവരുടെ ടാക്സബിൾ സപ്ലൈ നോക്കുന്നതിനകത്ത് ഇവരുടെ ഇമ്പോർട്ട് ചെയ്തതും പെടും, എക്സ്പോർട്ട് ചെയ്തതും പെടും. ക്ലിയർ ആണോ? ഇവരുടെ നോർമൽ സെയിൽസ് എന്തായാലും കൺസിഡർ ചെയ്യും. അതിന്റെ കൂടെ ഇവരെത്രമാത്രം എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ട്, എത്രമാത്രം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്ത് പറ്റണം? ഇവര് നിർബന്ധമായും രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യണം. ഇനി വോളണ്ടറി ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ലിമിറ്റ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. വാറ്റ് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ വാറ്റിന്റെ ഇൻപുട്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത്രയും ഒരു സെയിൽസിന്റെ ആനുവൽ സെയിൽസ് ഇത്രയും കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് ഒരു വോളണ്ടറി രജിസ്ട്രേഷൻ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വോളണ്ടറി രജിസ്ട്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1,87,500 ആണ്. അതായത് അവരുടെ ആനുവൽ സപ്ലൈ ഈ ഒരു എമൗണ്ടിന് മേളിൽ പോയിട്ടുണ്ട് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിന് മേളിൽ പോകുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ വോളണ്ടറി ആയിട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത സപ്ലൈ മുതൽ നമ്മൾ വാറ്റ് ചാർജ് ചെയ്ത് അതിന്റെ റിട്ടേൺ ഒക്കെ ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പോകണം. അപ്പൊ നമ്മുടെ എക്സ്പെൻസസിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് ക്ലെയിം ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസസ് പോകുന്ന സമയത്തും അതിന് വാറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് പോവാം. അതാണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എക്സ്പെൻസസ് എന്നും പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണുള്ളത്. ഒന്ന് നിർബന്ധമായും എടുക്കേണ്ടത് സ്വന്തം അല്ലെങ്കിൽ സ്വമേധയാ നമുക്ക് എടുക്കാൻ പറ്റുന്ന രജിസ്ട്രേഷൻ. ഇനി ഈ രണ്ട് രജിസ്ട്രേഷൻ അല്ലാതെ മറ്റൊരു ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് ടാക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം നമുക്ക് ഒന്നിൽ കൂടുതലോ കമ്പനീസോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മുടെ സബ്സിഡറി ഗ്രൂപ്പ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ പേഴ്സൺ ആയിട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു ടാക്സ് ഗ്രൂപ്പായിട്ട് നമ്മുടെ ഈ ഒരു അതോറിറ്റിയുടെ അടുത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ എടുക്കാം. അപ്പൊ ടാക്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സിംഗിൾ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നതാണ് ടാക്സ് ഗ്രൂപ്പ്. അപ്പം ഇതിനകത്ത് കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ കൂടി വാറ്റിന്റെ കീഴിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു വാറ്റിന്റെ രജിസ്ട്രേഷൻ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നമ്പർ അലോട്ട് ചെയ്ത് തരും. അതിനെ വിളിക്കുന്നതാണ് TRN നമ്പർ, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. അതിപ്പോ വോളണ്ടറി ആയിക്കോട്ടെ, മാൻഡേറ്ററി ആയിക്കോട്ടെ, ടാക്സ് ഗ്രൂപ്പായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കായിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു TRN നമ്പർ അലോട്ട് ചെയ്ത് തരും. അപ്പൊ ഈ TRN നമ്പർ എന്ന് പറയുന്നത് ഒരു 15 ഡിജിറ്റ് യുണീക്ക് നമ്പർ ആണ്. നമ്മുടെ GST നമ്പർ പോലെ തന്നെയുള്ള ഒരു 15 ഡിജിറ്റ് യുണീക്ക് നമ്പർ ആണ് TRN നമ്പർ. അപ്പൊ ഈ TRN നമ്പറിന്റെ ബേസിസിലാണ് ഓരോ ബിസിനസ്സുകാരെയും നമ്മുടെ FTA തിരിച്ചറിയുന്നത്. ക്ലിയർ ആണോ? ഇനി ആർക്കൊക്കെയാണ് ഈ ടാക്സ് ഗ്രൂപ്പിലേക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? എപ്പോഴും ടാക്സ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ റിലേറ്റഡ് പാർട്ടീസിനാണ്. അതായത് പേരന്റ് കമ്പനീസും സബ്സിഡറി കമ്പനീസ്, ബ്രാഞ്ചസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഒരു ടാക്സ് ഗ്രൂപ്പ് ആവാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവരുടെ എല്ലാ ബിസിനസ്സുകാരുടെയും കളക്റ്റീവായിട്ട് ഒരു ഫൈനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്ത് അതിന്റെ ബേസിസിൽ ഇവർ ടാക്സ് അടച്ചു പോയാൽ മതി. അപ്പോൾ അതിനകത്ത് ഇവരെന്ത് ചെയ്യും? ഈ എല്ലാ മെമ്പർ ബിസിനസ്സുകാരും കൂടെ കൂടിയിട്ട് ഒരു ഓതറൈസ്ഡ് പേഴ്സണെ, ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചൂസ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മുടെ ഈ ടാക്സ് അതോറിറ്റിയുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസിനും, എല്ലാ ഹിയറിംഗ്സിനും, എല്ലാ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റേഷനും പോവേണ്ടത് ഈ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. അപ്പം ഇപ്പൊ ഒരു 4 ബ്രാഞ്ചോ അല്ലെങ്കിൽ 4 സബ്സിഡറി കമ്പനിയും
ഒരു പേരന്റ് കമ്പനിയും ഒക്കെ കൂടിയിട്ട് ഒരു ടാക്സ് ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ ഇതിലിപ്പം ഒരു സ്ഥലത്ത് ലോസ് ആണെങ്കിലും ഒരു സ്ഥലത്ത് പ്രോഫിറ്റ് ആണെങ്കിലും അതെല്ലാം കൂടി ക്ലബ് ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇവർ എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആണെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇവർ ടാക്സ് അടയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഇവർ എല്ലാവരുടെയും സപ്ലൈ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇവരുടെ ആ ഒരു കാര്യം ഇവർ അതിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്ത് തീർത്ത് വിടും. അതിനെയാണ് ഒരു ടാക്സ് ഗ്രൂപ്പായിട്ട് ഇവര് നിൽക്കുന്നത്. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനകത്തോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടാക്സ് കംപ്ലയൻസസ് വളരെ കുറവായിരിക്കും, ലീഗൽ കംപ്ലയൻസസ് വളരെ കുറവായിരിക്കും. അതായത് എല്ലാവരും ഈ ഒരു ടാക്സിന്റെ പുറമെ നടക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ടാക്സ് ഗ്രൂപ്പായിട്ട് ഒറ്റ റിട്ടേൺ ഫയലിംഗ് ചെയ്താൽ മതി. ഒറ്റ സമയത്ത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും കളക്റ്റീവ്ലി ചെയ്ത് അവരുടെ ആ ഒരു ഇത് തീർത്ത് വിടാനായിട്ട് പറ്റും. ക്ലിയർ ആണോ ടാക്സ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്? ഇനി നമുക്ക് നോക്കേണ്ടത് ഇവരുടെ ഒരു രജിസ്ട്രേഷന്റെ പ്രോസസ് ആണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് eservices.taxes.gov.ae ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. FTA വെബ്സൈറ്റ് ആണ് കേട്ടോ. ഇതിനകത്തായിട്ട് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ വാറ്റിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ UAE നമ്മുടെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഉള്ളതുപോലെ ഇൻകം ടാക്സിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, GSTക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ടാക്സും ഓരോ ആൾക്കാരല്ല ഹാൻഡിൽ ചെയ്യുന്നത്. FTA തന്നെയായിരിക്കും ഇവരുടെ എല്ലാ ടാക്സിന്റെ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അവിടെ തന്നെ നമ്മളുടെ ഇൻഡയറക്ട് ടാക്സും അല്ലെങ്കിൽ ഡയറക്ട് ടാക്സും എല്ലാം ഒരേ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് ഇവർ ചെയ്തു പോവുക. ക്ലിയർ ആണോ? അവിടെയും ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റവും ഡയറക്ട് ടാക്സ് സിസ്റ്റവും ഉണ്ട്. അവിടെ പുറത്തുള്ള ഡയറക്ട് ടാക്സിനെ കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് വിളിക്കുക. അപ്പം ഇവരുടെ രജിസ്ട്രേഷൻ ഇവർ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡയറക്ട് ടാക്സിലേക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യണം, ഡയറക്ട് ടാക്സിലേക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു രജിസ്ട്രേഷനോ ടാക്സ് ഗ്രൂപ്പോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ഓരോ ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് ഇവർ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിലേക്ക് അതിനകത്തേട്ട് ഇവർക്ക് ഓപ്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഇവർ എന്ത് ചെയ്യണം, ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഇവർക്ക് സൈനപ്പ് ചെയ്യോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യോ ചെയ്ത് ഇവർക്ക് രജിസ്ട്രേഷന്റെ സ്റ്റെപ്സ് തുടങ്ങാം. അപ്പം എപ്പോഴും ഈ ഒരു രജിസ്ട്രേഷൻ എടുത്തു തരുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ GST രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ അതിന്റെ ടാക്സിന്റെ ഗവേണൻസിന്റെ ഏജൻസീസ് ഉണ്ടാവും, ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പാർട്ടീസ് ആണ് ഈ രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പനി എന്തൊക്കെ ഡീറ്റെയിൽസ് കയ്യിൽ കരുതണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ നെയിം വേണം, കമ്പനി മെയിൽ ID വേണം, കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു നമ്മൾ അതിനകത്തോട്ട് ഒരു പാർട്ടി ആയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ ID പാസ്വേഡും കിട്ടും. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ്, മെയിൽ ID കാര്യങ്ങൾ എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. രജിസ്ട്രേഷൻ എടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ട്രേഡ് ലൈസൻസ്, നമ്മുടെ പ്രൊപ്പറേറ്റർ ആരാണോ അല്ലെങ്കിൽ ഡയറക്ടർ ആരാണോ അവരുടെ പാസ്പോർട്ട്, എമിറേറ്റ് ID, ദെൻ കമ്പനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതുവരെയുള്ള നമ്മുടെ ടോട്ടൽ സെയിൽസിന്റെ പർച്ചേസിന്റെ ഒക്കെ ഡീറ്റെയിൽസ്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ എടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ്, മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ എന്നുള്ള ആ ലിമിറ്റിനെ നമ്മൾ ഒരു സോഴ്സ് ആക്കി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കാര്യമാണ് നമ്മുടെ സപ്ലൈ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പം ടേൺ ഓവർ എത്രയാണെന്നുള്ളത് കാണിക്കണം, വിച്ച് മീൻസ് നമ്മുടെ സെയിൽസ് കാണിക്കണം, അല്ലെങ്കിൽ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ദെൻ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മതി നമുക്ക് രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ FTA വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു TRN നമ്പർ നമുക്ക് അലോട്ട് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 5 to 7 ഡേറ്റ്, അതായത് ഒരു വിത്തിൻ 1 വീക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവര് ആ ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പ്രാക്ടീസ് പോർട്ട് വെച്ചിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ മോക്ക് വെബ്സൈറ്റിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാവോ പ്രോസസ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് വാറ്റിന്റെ കീഴില് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യാം, ഇപ്പൊ നമ്മുടെ മിക്സഡ് സപ്ലൈയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ITC നമ്മുടെ ബിസിനസ്സിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന ടാക്സുകളെ ഔട്ട്പുട്ട് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് എന്ന് വിളിക്കാം.
അപ്പം ഈ ഗൾഫ് വാറ്റിന്റെ കീഴിൽ നമുക്ക് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാ ബിസിനസ് എക്സ്പെൻസസിന്റെ മേളിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സുകളെയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ITC ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് മാത്രമല്ല, എക്സ്പെൻസസിന്റെ പേയ്മെന്റ് ചെയ്യുമ്പോഴും, എക്സ്പെൻസസും ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ പർച്ചേസ് പോലെ തന്നെ നമ്മുടെ എക്സ്പെൻസസിനെയും നമ്മൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഒരു ലീഗൽ സർവീസിന്റെ പേയ്മെന്റ് കൊടുത്തത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പർച്ചേസസ്, നമ്മുടെ ഗുഡ്സ് അല്ലാത്ത ടൈപ്പ് ഓഫ് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ വരുമ്പോഴും അതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതെല്ലാം ITC ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് പോവാം എന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ ഔട്ട്വേർഡ് ടാക്സസിനകത്ത് നമുക്ക് ഏതിലൊക്കെ ഈ ഒരു ഇൻപുട്ട് ടാക്സിന്റെ ക്ലെയിം യൂസ് ചെയ്യാം? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈയിലും സീറോ റേറ്റഡ് സപ്ലൈയിലും സംടൈംസ് നമ്മുടെ ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈയിൽ പോലും നമുക്ക് ITCയുടെ ക്ലെയിം ഉപയോഗിക്കാം. പക്ഷേ എക്സംപ്റ്റ് സപ്ലൈയിൽ മാത്രം എന്ത് ചെയ്യരുത്? ITC ഉപയോഗിക്കരുത്. അതായത് എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തിയതിനകത്ത് നമ്മൾ സെയിൽ നടത്തുമ്പോൾ അത് എക്സംപ്റ്റ് ആയിട്ടാണ് നമ്മൾ സപ്ലൈ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് അതിന്റേതല്ല, ഇൻപുട്ട് നമ്മുടെ ടോട്ടൽ ആ ഒരു ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ എക്സംപ്റ്റ് സപ്ലൈ നടത്താൻ വേണ്ടി വാങ്ങിച്ച സാധനത്തിന്റെ ആയിരിക്കും ഇൻപുട്ട് കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ അതും കൂടി യൂസ് ചെയ്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റിൽ നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് കംപ്ലീറ്റ്ലി ചിലപ്പോൾ തീർന്നു പോകുമായിരിക്കും. അപ്പൊ അതൊരു നല്ല രീതിയിലുള്ള പ്രോസസ് അല്ല. നമുക്ക് ഒരുപാട് ഈ ഒരു ഇൻപുട്ട് ടാക്സിന്റെ റീഫണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട്. അപ്പൊ ചിലപ്പോൾ റീഫണ്ട് കൂട്ടാൻ വേണ്ടി ആൾക്കാർ കുറെ ഇൻപുട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? എക്സംപ്റ്റ് സപ്ലൈയുടെ മാത്രം ഇൻപുട്ട് ക്ലെയിം ചെയ്യരുത്. ബാക്കിയുള്ള 3 ടൈപ്പ് ഓഫ് സപ്ലൈയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് അവൈലബിലിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ഇനി സപ്പോസ് നമ്മളിപ്പം ഒരു സപ്ലൈ നടത്തിയതിനകത്ത് കുറച്ച് പോർഷൻ, അതായത് ടോട്ടൽ സപ്ലൈ ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കുക, 10 ലക്ഷം ദിർഹംസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു 5 ലക്ഷം ദിർഹംസ് നമുക്ക് കിട്ടിയത് നോൺ ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു എക്സംപ്റ്റഡ് സപ്ലൈ നടത്തിയിട്ടും ബാക്കി 5 ലക്ഷം നമ്മുടെ മറ്റെന്തെങ്കിലും ടൈപ്പ് ഓഫ് സപ്ലൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് രണ്ടിനും വേണ്ടി നമ്മൾ ഇൻപുട്ട് ചിലപ്പം ഒരു ഇൻപുട്ട് തന്നെ 2 രീതിയിലും അപ്ലൈ ആയിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു സാധനം മേടിച്ചത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രപ്പോർഷനേറ്റ് ബേസിസിൽ വേണം അത് നമ്മൾ ITC യൂസ് ചെയ്യാൻ. ഫുൾ ആയിട്ട് എടുക്കരുത്. അതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നമുക്ക് ചൂസ് ചെയ്ത് പോവാം. ക്ലിയർ ആണോ? അപ്പൊ ഈ എപ്പോഴാണ് നമ്മൾ ഈ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും വാറ്റിന്റെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നത് ഒരു എന്താ പറയുക ക്വാർട്ടർലി ബേസിസിലാണ്, 3 months കൂടുമ്പോഴാണ്. അതായത് നമ്മുടെ അവിടുത്തെ ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നോർമലി ജാനുവരി തൊട്ട് ഡിസംബർ വരെയാണ്. ഏപ്രിൽ ടു മാർച്ച് അല്ല, ജാനുവരി ടു ഡിസംബർ ആണ്. അപ്പൊ ഈ ഒരു ക്വാർട്ടർലി ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? വാറ്റിന്റെ റിട്ടേൺ അടയ്ക്കുന്നതും പേയ്മെന്റ് ചെയ്യുന്നതും. അപ്പം ഇവര് ഈ ഒരു വാറ്റ് റിട്ടേൺ അടയ്ക്കുന്ന സമയത്താണ് ഇവർ എന്ത് ചെയ്യേണ്ടി വരിക? ഈ ഒരു ഇൻപുട്ട് ടാക്സിന്റെ ക്ലെയിം ഇവർ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പം ഇവരുടെ ആ കറക്റ്റ് പീരീഡിലുള്ള ആ ടാക്സ് എത്രയാണെന്നുള്ളത്, ആ ടാക്സ് പീരീഡിൽ വന്നിട്ടുള്ള എത്ര രൂപയാണ് ടാക്സ് അടയ്ക്കാനുള്ളത്, എത്രയാണ് കിട്ടാനുള്ളത് എന്ന് നോക്കിയിട്ട് മാക്സിമം ആ ഒരു വിത്തിൻ ദ ആ ഒരു നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ, ഏതൊരു ക്വാർട്ടർ ആണെങ്കിലും ആ ക്വാർട്ടർ എൻഡ് ആവുന്ന നെക്സ്റ്റ് 28 ഡേയ്സിനുള്ളിലാണ് ഇവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതാണ് ആ ടാക്സ് പീരീഡ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ടാക്സ് പീരീഡിൽ തന്നെ എന്ത് ചെയ്യണം? എത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇവര് അതത് ടാക്സ് പീരീഡിൽ തന്നെ ക്ലെയിം ചെയ്ത് പോകണം. ഇപ്പൊ നമ്മള് ഒരു ഇൻപുട്ട് ടാക്സ് നമുക്ക് ഒരു ടാക്സ് പീരീഡിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതായത് നമ്മളിപ്പോ ഒരു പർച്ചേസ് ചെയ്തത് ഫെബ്രുവരിയിൽ ചെയ്ത പർച്ചേസ് ആണ്. പക്ഷെ പർച്ചേസിന്റെ ഇൻവോയ്സും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് മെയ് മാസത്തിലാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ക്വാർട്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഒരു ക്വാർട്ടർ എന്ന് പറയാം. അപ്പൊ ആ 3 മാസത്തെ ഫയലിംഗ് നമ്മൾ എന്ത് ചെയ്തു? മെയ് മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഫയലിംഗ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പർച്ചേസ് ഡീറ്റെയിൽസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഇൻപുട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് ആ ഇൻപുട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കമ്മിങ് റിട്ടേണിൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്ന ക്വാർട്ടറിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ഇൻപുട്ടും കൂടെ കൂട്ടിയിട്ട് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്ത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ? ഇനി അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഈ ITC ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആണ്. അതായത് നമ്മൾ നടത്തുന്ന സപ്ലൈയുടെ ടാക്സ് ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവണം. അതായത് പർച്ചേസിന്റെതും സെയിൽസിന്റെതും ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പർച്ചേസ് ബില്ലുകളും പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പം മെയിൻറ്റെയിൻ ടാക്സ് ഇൻവോയ്സ്, അതുപോലെ തന്നെ നമ്മൾ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ കൂടി നമ്മൾ കാണിക്കണം. എങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് ഞാൻ
എനിക്ക് കുറെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് പവിത്രയുടെ കയ്യിൽ നിന്ന് കുറെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. പേയ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല, പർച്ചേസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പർച്ചേസ് മാത്രം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ പേയ്മെന്റ് കൊടുക്കാതിരുന്നാൽ അതൊരു വാലിഡ് പർച്ചേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അപ്പം ഇതിന് പ്രോപ്പർ എവിഡൻസ് ഉണ്ടാവണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു ഇന്റൻഷനോട് കൂടി പേയ്മെന്റ് കൊടുത്ത് കംപ്ലീറ്റ് ഒരു പർച്ചേസ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ. കാരണം ഒത്തിരി പേര് ഇൻപുട്ട് ടാക്സിന്റെ അവൈലബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ടെമ്പററി ട്രാൻസ്ഫേഴ്സ് നടത്താറുണ്ട്. അതായത് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ ടെമ്പററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഇന്റൻഷൻ കൂടി ഉണ്ടാവണം എന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കി പോകുന്നത്. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടും റിവേഴ്സ് ചാർജ് മെക്കാനിസവും ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതിന്റെ ക്ലാസിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഫയലിംഗും കൂടി നമ്മൾ ലേൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് പോർട്ടിന് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മോക്ക് വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ കേട്ടോ, ലീവ് ചെയ്യരുതേ.